എപ്പോഴും ആലോചിക്കാറുള്ളൊരു സംഗതിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ചുമലിൽ ചവിട്ടി നിന്ന് ഫത്ഹ് മക്കയ്ക്ക് ശേഷം കാബാലയത്തിൻ്റെ തിരുഹൃദയത്തിൽ വെച്ച് പ്രവാചകൻ്റെ ചുമലിൽ ചവിട്ടി നിന്നുകൊണ്ട് ആദ്യമായി അള്ളാഹുവിൻ്റെ കലാമുകൾ തക്ബീറുകൾ ഏറ്റുചൊല്ലാൻ ബിലാലിനെയാണല്ലോ തിരഞ്ഞെടുത്തിരുന്നത്. ആ സമയത്ത് എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കാറുള്ളൊരു സംഗതിയാണ്, എങ്ങനെയായിരിക്കും ബിലാലിന് പ്രവാചകൻ്റെ ചുമരിൽ ചവിട്ടി നിൽക്കാൻ മാത്രം ധൈര്യമുണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത്. അതല്ലെങ്കിൽ അത്തരമൊരു ആത്മവിശ്വാസം, അതല്ലെങ്കിൽ അതിലേക്ക് വഴി നടത്തിയ ആത്മാഭിമാനം എങ്ങനെയുള്ള ബിലാലാണെന്ന് ഓർത്തു നോക്കൂ. എത്യോപ്യയിൽ നിന്ന് അറേബ്യയിലേക്ക് വെറും നാണയത്തുട്ടുകൾക്ക് കച്ചവടം ചെയ്യപ്പെട്ട അടിമയായ ബിലാൽ, ഉമയ്യത്ത് ബിൻ ഖലഫ് കേവലം നാണയത്തുട്ടുകൾ എണ്ണിക്കൊടുത്ത് തിരിച്ചു വാങ്ങിയ വെറും അടിമയായ ബിലാൽ, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ജനിക്കുവാനോ അതല്ലെങ്കിൽ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ജീവിക്കുവാനോ തൻ്റെ ഏതെങ്കിലും ഒരു ആവിഷ്കാരം ആ അർത്ഥത്തിൽ പങ്കുവെക്കാനോ സാധിക്കാതെ വെറും അടിമയായി ജനിച്ച് ജീവിക്കേണ്ടി വന്ന ബിലാലാണ് പ്രവാചകൻ്റെ, ലോകത്തിൻ്റെ നായകൻ്റെ, അനേകം മനുഷ്യരുടെ നേതാവിൻ്റെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കഅബാലയത്തിൻ്റെ നാലയലത്തു പോലും വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ അയിത്തം കൽപ്പിച്ചിരുന്ന ബിലാലാണ് കഅബാലയത്തിൻ്റെ തിരുഹൃദയത്തിൽ പ്രവാചകൻ്റെ ചുമലിൽ ചവിട്ടി നിന്നുകൊണ്ട്, എങ്ങനെയുള്ള പ്രവാചകൻ്റെ, മക്ക പ്രമാണി കുടുംബമായ ഖുറൈശി കുടുംബത്തിൽ പിറന്ന് വെളുവെളുത്ത പ്രവാചകൻ്റെ ചുമലിൽ ചവിട്ടി നിൽക്കാൻ മാത്രം ആത്മാഭിമാനബോധം, അതല്ലെങ്കിൽ അത്തരമൊരു ഇസ്സത്തിൻ്റെ പ്രതലത്തിലേക്ക് എങ്ങനെയായിരിക്കും ബിലാൽ വഴി നടക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക? വിശ്വാസം കൈക്കൊള്ളുന്നതിലൂടെ മാത്രമായിരിക്കുമോ അത്? അതല്ലെങ്കിൽ അത്തരമൊരു സാധ്യത പ്രവാചകനും ബിലാലും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഊഷ്മളമായി ഹൃദ്യമായി രൂപപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ്റെ വഫാത്തിനു ശേഷം ഒരു നിമിഷം പോലും പ്രവാചകനില്ലാത്ത മദീനയിൽ തനിക്ക് നിൽക്കാൻ, തനിക്ക് ജീവിക്കാൻ, അതിജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മദീന ഉപേക്ഷിച്ച് ബിലാൽ ബാഗ്ദാദിലേക്ക് തൻ്റെ കർത്തവ്യങ്ങളുമായി, തൻ്റെ ദാഇ പ്രവർത്തനങ്ങളുമായി പോയത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബിലാലിൻ്റെ ബാങ്കുലി ഒരിക്കൽ കൂടി കേൾക്കണമെന്ന ആഗ്രഹത്തിലാൽ ബാഗ്ദാദിൽ പോയി ബിലാലിനെ കാണുന്നുണ്ട്. അങ്ങനെ ഉമറിനോട് ബിലാൽ ഒരിക്കൽ കൂടി ആ സ്വരമാധുര്യമുള്ള ബാങ്ക് വിളിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തക്ബീർ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ, പ്രവാചകൻ്റെ നാമം എത്തുമ്പോൾ ആ പേര് പോലും പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടി വിങ്ങി വിങ്ങി കരയുന്ന ബിലാലിനെ ഇസ്ലാമിക ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം ഹൃദ്യമായ ഒരു ബന്ധമായിരുന്നു ബിലാലും പ്രവാചകനും തമ്മിലുണ്ടായിരുന്നത്. ഈ ബന്ധം ബിലാലും പ്രവാചകനും മാത്രം തമ്മിലുണ്ടായിരുന്നു എന്നല്ല, പ്രവാചകനോട് അടുക്കുന്ന ഏതൊരു മനുഷ്യനും താനാണ് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടതെന്ന് തോന്നിക്കുമാറുള്ള ഹൃദ്യത പ്രവാചകൻ്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അത്തരം തൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്.